السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. فلما جاءهم بالبينات قالوا هذا سحر مبين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال. تاه قلبي مذ أتيت واديا قاف ما تابعا بداد طه تاليا للتالي تال. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ना बन सकेगा मिसाल तेरी सल्लल्लाहु अलैहि वसल्लम. जवाब तेरा सल्लल्लाहु अलैहि वसल्लम. नबी का नाम लेते हैं दिल को सुकून मिलता है. उनकी याद में हर गम छुप जाता है. हर कोई फिदा है बिन देखे दीदार का आलम
क्या होगा मदीने का मंजर हो सामने मेरे दिल से निकल जाए सब गम और अंधेरे हर दिल की दुआ है मदीना नसीब हो जिंदगी की सबसे बड़ी सआदत ये हो. ആദരണീയരായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, അതിഥികൾ, ICF-ൻ്റെയും ആർഎസ്എയുടെയും നേതാക്കൾ, സഹപ്രവർത്തകർ, ഈ മഹത്തായ ഷഹാമ ഗ്രാൻഡ് മീലാദ് പരിപാടിയിൽ എത്തിച്ചേർന്ന നല്ലവരായ സഹോദരങ്ങൾ, സഹോദരിമാർ, ഷഹാമയിലെ ICF-ഉം ആർഎസ്എയും ഇഹ്യാഉസ്സുന്ന ദുന്നൂറൈൻ എന്ന 2 മദ്രസ സമിതികളും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഷഹാമ ഗ്രാൻഡ് മീലാദ് പ്രോഗ്രാമിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഈ സദസ്സിൽ എത്തിച്ചേർന്ന, ഇത് സംഘടിപ്പിച്ച, ഇത്രയും ഭംഗിയായ നിലക്ക് ഇത് നടത്താൻ ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ കാരണക്കാരായിട്ടുണ്ടോ എല്ലാവരെയും അള്ളാഹു 2 ലോകത്തും രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, ഉമ്മുൽ ബസാത്തീൻ എന്ന് പറയുന്ന ഈ ഇടം ഇന്ന് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഈ സദസ്സ് കൊണ്ട് ധന്യമായിരിക്കുകയാണ്, അനുഗ്രഹീതമായിരിക്കുകയാണ്. ഉമ്മുൽ ബസാത്തീൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം തോട്ടങ്ങളുടെ മാതാവ് എന്നാണ്. ആ അർത്ഥത്തിന് എല്ലാ അർത്ഥത്തിലും മാഹാത്മ്യം കൽപ്പിക്കുന്ന വിധത്തിൽ നല്ല സൗന്ദര്യമുള്ള ഒരു പരിസരം. അൽഹംദുലില്ലാ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇന്നലെയും ഒരു വേദിയിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ UAE-യിൽ. അതുപോലെ തന്നെ ഈ റബീഉൽ അവ്വലിൽ തന്നെ UAE-യിലേക്ക് വരുന്നതിന് മുമ്പ് നാട്ടിലും ഒമാനിലുമൊക്കെ പോയി ഞാൻ വഅദ് പറഞ്ഞിട്ടുണ്ട്, പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്നെ വല്ലാതെ ആകർഷിപ്പിച്ചിട്ടുള്ള, എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു സദസ്സാണ് ഷഹാമ ഗ്രാൻഡ് മീലാദ് എന്ന് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്ന് ഈ കാണുന്ന പരിസരം നമുക്കെടുത്തു പറയാനുള്ള ഒന്നാണ്. അതോടൊപ്പം സംഘാടകരെ ഞാൻ വളരെയധികം എൻ്റെ എല്ലാ അർത്ഥത്തിലും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. അള്ളാഹു എല്ലാ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. കാരണം ഇത്രയും ഭംഗിയായ നിലക്ക് നമ്മുടെ ഈ മഹത്തായ പരിപാടി ക്രമീകരിച്ച് അൽഹംദുലില്ലാഹ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം സന്തോഷിപ്പിക്കുകയാണ്. അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇവിടെ ഇപ്പോൾ നീണ്ട ഒരു പ്രഭാഷണത്തിനൊന്നും സമയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി സംഘാടകരോട് എത്ര മണിവരെയാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ മൈക്ക് പോയിന്റിന്റെ മുന്നിൽ വന്നു നിന്നത്. ഇൻഷാ അല്ലാഹ് അവരൊരു സമയം പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ നേരത്തെ നിർത്തണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അവര് കടലാസ് തരികയും ചെയ്യും എന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും ഒരു കുറഞ്ഞ നേരം നമ്മുടെ ഈ വേദിയിൽ ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ മറ്റു പല ചടങ്ങുകളും നടക്കാനുള്ളതുകൊണ്ട് ഒരു കുറഞ്ഞ സമയം ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്
എത്ര കണ്ട് പറഞ്ഞാലും അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ് ബാലിഗും മിഅശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആര് പുകഴ്ത്തി പറഞ്ഞാലും, ഏതൊരാള് പുകഴ്ത്തി പറഞ്ഞാലും തങ്ങളുടെ മഹത്വത്തിന്റെ 10 പോലും പറഞ്ഞ് പൂർത്തീകരിക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. ആ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാചകം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഹികായത്ത് ചെയ്യുന്നുണ്ട്. ഖുർആനിൽ അല്ലാഹു തആല ഉദ്ധരിക്കുന്നുണ്ട്. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. അതാണ് ഞാൻ ഇവിടെ എൻ്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്. ബനു ഇസ്രായേലുകാരെ വിളിച്ചിട്ട് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത് കാണാൻ കഴിയും. യാ ബനി ഇസ്രായീൽ, അല്ലയോ ബനു ഇസ്രായേലുകാരെ, ഞാൻ നിങ്ങളോട് ഒരു സത്യം തുറന്നു പറയുകയാണ്. ആ സത്യം നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളുന്നവരാകണം എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു. അതാണ് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്. വഇദ് ഖാല ഈസാ ഇബ്നു മറിയം ബീവിയുടെ മകനായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ, യാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകാരെ വിളിച്ചിട്ട് മഹാനവരുകൾ പറയാണ്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് അല്ലാഹു തആല പറഞ്ഞയച്ച തിരുദൂതരാണ്. പക്ഷേ ഞാൻ വന്നതിന്റെ ലക്ഷ്യം 2 അതിൽ ഒന്നാമതായി മുസ്വദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്, എനിക്ക് തൊട്ടു മുമ്പ് വന്നുപോയ മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്തിലുള്ളതെല്ലാം സത്യമാണെന്ന് നിങ്ങളോട് വിളിച്ചു പറയാനാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ഇനി രണ്ടാമതായി വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം ഒരു തിരുദൂതർ വരാനുണ്ട്. ആ തിരുദൂതറിന്റെ പേരെന്താണ്? ഇസ്മുഹു അഹ്മദ്, അവരെ പേര് അഹ്മദ് എന്നാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാനുണ്ടെന്ന സന്തോഷ വാർത്ത അത് അറിയിക്കാനാണ് നിങ്ങളിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ മുഴുവൻ അമ്പിയാക്കന്മാരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ വ്യക്തമായും പറഞ്ഞുകൊണ്ടാണ് അവരെല്ലാം ഇവിടെ വന്നുപോയത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് തെളിവാണ് ഈ സദസ്സ് ഉൾപ്പെടെ എല്ലാ സദസ്സുകളും ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് കൈമാറി തന്ന മെസ്സേജുകൾ, സന്ദേശം അത് എക്കാലത്തും നല്ല മൂല്യമുള്ളതാണ്. ഏതെങ്കിലും ഒരു കാലത്തിന് മാത്രം ഒതുങ്ങിയിട്ടുള്ളതല്ല, ഏതെങ്കിലും ഒരു യുഗത്തിന് മാത്രം ഡിപ്പെൻഡായിട്ടുള്ളതല്ല. എക്കാലത്തും നല്ല പ്രസക്തി അർഹിക്കുന്നതും നല്ല മൂല്യമുള്ള സന്ദേശമാണ്. ലോക നേതാവായ റഹ്മത്തുൻ ലിൽ ആലമീൻ സയ്യിദുൽ വറാ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന, കൈമാറി തന്ന സന്ദേശം, അവിടുന്ന് കൈമാറി തന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? സ്നേഹിക്കുക എന്നതാണ്.
അവിടുന്ന് സ്നേഹിച്ചു. മറ്റുള്ളവരുടെ സ്നേഹമെല്ലാം അവിടേക്ക് കിട്ടി. എന്തുകൊണ്ട്? അവിടുന്ന് ഒരാളെയും വെറുത്തില്ല, ഒരാളെയും വെറുപ്പിച്ചില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രത്തിൽ നമുക്ക് പറയാനുള്ളതും വായിക്കാനുള്ളതും സ്നേഹം മാത്രമാണ്. പ്രായമുള്ളവരോടുള്ള സ്നേഹം, അതുപോലെ തന്നെ ഭാര്യമാരോടുള്ള സ്നേഹം, ചെറിയ മക്കളോടുള്ള സ്നേഹം, രോഗികളോട് അവിടുന്ന് കാണിച്ച കാരുണ്യം, അതുപോലെ തന്നെ വിഷമിച്ചിരിക്കുന്നവരോട് അവിടുന്ന് കാണിച്ച കാരുണ്യം, ഇതുപോലെ പ്രയാസപ്പെടുന്നവരോട് അവിടുന്ന് കാണിച്ച കാരുണ്യം. അതുകൊണ്ടാണ് ഖുർആൻ തങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ, അനുഗ്രഹമായിട്ടല്ലാതെ, കാരുണ്യമായിട്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല നബിയേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം അത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയില്ല. അവിടുത്തെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയില്ല. ചെറിയ കുട്ടികളോട് അവിടുന്ന് കാണിച്ച റഹ്മത്ത് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ മദ്രസയിലെ ചെറിയ മക്കൾ അൽഹംദുലില്ലാ ഫ്ലവർ ഷോ ഇവിടുന്ന് പ്രകടിപ്പിച്ചു. അതുപോലെ ആ കുട്ടികൾ ഇവിടെ വേദിയിൽ വന്ന് അവരുടെ കഴിവുകൾ തെളിയിച്ചു. ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ മക്കളാണ്. അല്ലാഹു ആ മക്കളെയും നമ്മുടെ എല്ലാ മക്കളെയും അല്ലാഹു നല്ല സ്ഥാനങ്ങളിൽ എത്തിച്ചു തരട്ടെ. നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം മക്കളാണ്. ആ മക്കളോട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച കാരുണ്യം എന്താണ്? ഇന്ന് ഒരാൾ എന്നോട് വല്ലാത്ത സങ്കടത്തോടെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹം അത് പറഞ്ഞപ്പോ. ഒരു വീട്ടിൽ ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ സ്വത്തിന്റെ പേരിൽ തർക്കമാണ്. സഹോദരങ്ങൾ സഹോദരിമാർക്കിടയിൽ. ബാപ്പ മരണപ്പെടുമ്പോൾ ബാപ്പ ബാക്കി വെച്ചുപോയ സ്വത്തിന്റെ പേരിൽ വീട്ടിൽ തർക്കമാണ്. സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഇടയിൽ തർക്കം. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് എന്നോടൊരു സങ്കടം പറഞ്ഞു. ഉസ്താദേ, ഞങ്ങളെ കൂട്ടത്തിൽ ഒരു സഹോദരി പറഞ്ഞു പോയത്രേ. എന്താ പറഞ്ഞത്? ഉമ്മമാർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, സഹോദരിമാർ കേൾക്കാൻ വേണ്ടി പറയാണ്. ജീവിതത്തിൽ ദുനിയാവിലുള്ള പണം മോഹിച്ചുകൊണ്ട് ഒരിക്കൽ പോലും അങ്ങനെ ഒരു വാചകം നിങ്ങളുടെ വായയിൽ നിന്ന് പുറത്തേക്ക് ചാടരുത് ഉമ്മമാരെ, സഹോദരിമാരെ. ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് പറയാണ്. ആ സഹോദരി പറഞ്ഞു അത്രേ. എന്താ പറഞ്ഞത്? സ്വത്ത് വേണ്ടതുപോലെ കിട്ടിയില്ല എങ്കിൽ, ഞാൻ ആഗ്രഹിച്ചതുപോലെ ബാപ്പാന്റെ സ്വത്ത് എനിക്ക് കിട്ടിയില്ല എങ്കിൽ, ബാപ്പാനെയും ഉമ്മാനെയും സന്തോഷത്തോടെ ഖബറിൽ കിടക്കാൻ ഞാൻ അനുവദിക്കൂല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു വാക്കാണത്! ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ പിതാവിന്റെ സ്വത്ത് എനിക്ക് കിട്ടിയില്ല എന്ന് കണ്ടാൽ എന്റെ ഉപ്പാനെയും ഉമ്മാനെയും ഖബറിൽ സന്തോഷത്തോടെ കിടക്കാൻ ഞാൻ അനുവദിക്കൂല. എന്തൊരു ധിക്കാരത്തിന്റെ വാക്കാണ്! അല്ലാഹു ആ സഹോദരിക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഞാൻ വളരെ സങ്കടത്തോടെ പറയാം. ദുനിയാവിന്റെ പണം മോഹിച്ച് ഖബറിൽ കിടക്കുന്ന ബാപ്പാക്ക് പോലും ഒരു സന്തോഷം കൊടുക്കാൻ മക്കള് തയ്യാറല്ല എങ്കിൽ, ഇവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മക്കളെ എങ്ങനെ വളർത്തണം എന്ന ഒരു സന്ദേശം കൈമാറി തന്നത്. സ്നേഹിച്ചുകൊണ്ട് മക്കളെ വളർത്തണമെന്ന് പഠിപ്പിച്ചു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുസരിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കലല്ല, അവരെ സ്നേഹിക്കലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ മക്കളെ സ്നേഹിച്ചതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു രംഗം പറയുന്നുണ്ട്. ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് മുത്തം കൊടുത്തൊന്ന് ചുംബിച്ചു. വഇൻദഹുൽ അഖറഉ ഇബ്നു ഹാബിസിൻ തമീമിയു ജാലിസ, അവിടെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അഖറഉ ഇബ്നു ഹാബിസ് എന്നവരിയ്ക്കുന്നുണ്ട്. തങ്ങൾ ഇങ്ങനെ പേരക്കുട്ടിയെ ചുംബിക്കുന്നത് കണ്ടപ്പോൾ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ തിരുദൂതരെ, ഇന്നലി അശറതം മിനൽ വലദി മാ ഖബ്ബൽതു മിൻഹും അഹദാ, എനിക്ക് 10 മക്കളുണ്ടായിട്ട് 10 കുട്ടികളുണ്ടായിട്ട് കൂട്ടത്തിൽ ഒരു കുട്ടിയെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല നബിയേ. ആ പറഞ്ഞയാളുടെ മുഖത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയിട്ട് പറഞ്ഞതെന്താണ്? മല്ലാ യർഹമു ലാ യുർഹമു, കാരുണ്യം കാണിക്കാത്തയാളാണോ അയാളോട് കാരുണ്യം കാണിക്കാൻ ഒരാളെയും കിട്ടൂല, അല്ലാഹുവിനെയും കിട്ടൂല. കുട്ടികളോട് കാരുണ്യം കാണിക്കണമെന്ന് ഇതിലൂടെ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദേശം കൈമാറുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നമ്മൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും പ്രഭാഷണം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ലയിച്ചിട്ടുണ്ടാകും. എന്റെ തൊട്ടടുത്ത കസേരയിൽ ആരാണ് ഇരുന്നത് എന്ന് ഷഹാമ ഗ്രാൻഡ് മീലാദ് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചങ്ങ് വീട്ടിലേക്ക് മടങ്ങിച്ചെന്നാൽ വീട്ടിൽ നിന്ന് ചോദിച്ചു, നിങ്ങളെ തൊട്ടടുത്ത കസേരയിൽ ആരാണ് ഇരുന്നത് എന്ന് ചോദിച്ചാൽ മറുപടി, ഞാൻ ശ്രദ്ധിച്ചില്ല എന്നായിരുന്നു. എന്തുകൊണ്ട്? ഞാൻ നോക്കിയിട്ടില്ല എന്നല്ല, ശ്രദ്ധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ ശ്രദ്ധിച്ചത് മുഴുവനും സദസ്സിൽ ഇരുന്നിട്ട് പോലും സോഷ്യൽ മീഡിയയാണ്. അതുകൊണ്ട് എന്റെ തൊട്ടടുത്തിരുന്നത് ആരാണെന്ന് പോലും എനിക്ക് ശ്രദ്ധിക്കാൻ നേരം കിട്ടിയില്ല. കാരണം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വല്ലാതെ വ്യാപിച്ചിട്ടുള്ളതാണ്. ഞാൻ എന്തിനിത് പറഞ്ഞു, ഇവിടെ കൂടുതലൊന്നും പറയാൻ നേരമില്ല. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എത്ര കണ്ട് അത് വ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എന്റെ സഹോദരങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ പറയാണ്, സ്വന്തം മക്കളെ പരിഗണിക്കാൻ നമ്മൾ മറന്നു പോകരുത്. ആ കുട്ടികളെ മടിത്തട്ടിൽ ഇരുത്താൻ, അവരെ സ്നേഹിക്കാൻ, വാത്സല്യത്തോടെ അവരെ തലോടാൻ, മാത്രമല്ല അവർക്കൊരു ഉമ്മ കൊടുക്കാൻ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഞാൻ രക്ഷിതാക്കളോട് പറയാൻ, കുട്ടികളോട് കാണിക്കേണ്ടുന്ന കാരുണ്യം ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മംഗലാപുരത്തുള്ളവരൊക്കെ ഈ സദസ്സിൽ ഉണ്ടാകും. നേരത്തെ എന്നെ കുറിച്ച് പറഞ്ഞത് കേരളത്തിന്റെ അനുഗ്രഹീത പ്രഭാഷകൻ എന്നാണ്. ഞാൻ സത്യത്തിൽ കർണാടകക്കാരനാണ്, കേരളക്കാരനല്ല. കേരളത്തിൽ പ്രസംഗിക്കാൻ പോകുന്നുണ്ട് എന്നത് ശരിയാണ്, പക്ഷേ ജനിച്ചതും വളർന്നതും ഒക്കെ കർണാടകയാണ്, മംഗലാപുരമാണ്. അതുകൊണ്ട് നാനൊരു മൈക്കാൽ തവണു ചൊന്നിട്ട് ഇവിടെ ചൊല്ലുക ഞാൻ ഉദ്ദേശിക്കട്ടെ. മൈക്കാൽ തവണു, കർണാടക തവണു, അത് നമ്മളെ മംഗലാപുരം ഭാഷയാണ്. മംഗലാപുരത്തുള്ളവർക്കൊക്കെ അറിയാം, കേരളത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. ചെറിയ മക്കളെ പഴയ കാലങ്ങളിലൊക്കെ അവരെ തോളത്തിരുത്തിയിട്ട് നമ്മൾ മംഗലാപുരക്കാർ പറയുന്നൊരു വാചകം ഉണ്ടായിരുന്നു, ഒപ്പറുമുട്ടെ ബേക്ക പുറുക്ക് 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പദം നമ്മളിങ്ങനെ കുട്ടികളെ തോളത്തിരുത്തിയിട്ട്, അത് മംഗലാപുരക്കാർക്കറിയാം, അവരിത് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ടാകും. അങ്ങനെ തോളത്തിരുത്തിയിട്ട് കുട്ടികളെ കളിപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ ഒരു ഉപ്പുമുട്ട ബേക്ക പുറുക്ക് 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 എന്ന് കുട്ടികളെ തോളത്തിരുത്തിയിട്ട് കളിപ്പിക്കാൻ നേരമില്ല. എന്താ കാരണം? ഉപ്പയും ഉമ്മയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ലയിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രവേശിച്ചു എന്നല്ല, അതിലങ്ങ് ലയിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു നല്ല മെസ്സേജിന് പ്രസക്തിയുള്ളത്. നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല. ചെറിയ മക്കളെ വളർത്തി ഭാവിയിലെ നല്ല സമൂഹമായി അവരെ വാർത്തെടുക്കാൻ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല പോംവഴി അവരെ സ്നേഹിക്കലാണ്. സ്നേഹത്തോടെ മക്കളെ വളർത്തണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു രംഗം പറയുന്നുണ്ട്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എത്ര പറഞ്ഞാലും കേട്ടാലും അത് മതിയാകില്ല. ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു രംഗം പറയുന്നുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കണ്ടപ്പോൾ, ഞാൻ അന്ന് കുട്ടിയാണ്, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തൊടയിൽ എന്നെ അങ്ങ് മടിത്തട്ടിൽ ഇരുത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഹസൻ റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നത്. ഉടനെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും അടുത്തേക്ക് വിളിച്ചു. വയുഖഇദുൽ ഹസന അലാ ഫഖദിഹിൽ ഉഖറ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹു പേരക്കുട്ടിയാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മറ്റേ മടിത്തട്ടിലങ്ങിരുത്തി, തൊടഭാഗത്ത് ഇടതുഭാഗത്തുള്ള തൊടയിലങ്ങിരുത്തി. എന്നിട്ട് രണ്ടു പേരെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടു പേരെയും അങ്ങ് കൂട്ടിപ്പിടിച്ചിട്ട് എന്നിട്ട് ഒരൊറ്റ ദുആ അങ്ങ് പാസാക്കുകയാണ്. അല്ലാഹുമ്മർഹംഹുമാ, അല്ലാഹുവേ ഈ രണ്ട് മക്കൾക്കും നീ റഹ്മത്ത് ചെയ്യണം അല്ലാ, കാരുണ്യം ചെയ്യണം അല്ലാ. കാരണം ഫഇന്നി അർഹമുഹുമാ, ഞാൻ ഈ രണ്ട് മക്കൾക്കും കാരുണ്യം ചെയ്യുന്നു റബ്ബേ. കുട്ടികളോട് കാരുണ്യം കാണിക്കണമെന്ന് മാലോകരോട് വിളിച്ചു പറഞ്ഞ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോടുകൂടെ തീരുന്നു ഇല്ല. വറഹ്മത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിന്നിസാ, സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ച കാരുണ്യം, ആ അധ്യായം വളരെ വിശാലമാണ്. ആ അധ്യായം, ആ ചാപ്റ്റർ വളരെ വിശാലമാണ്. അതിൽ ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി വ അന ഖൈറുക്കും ലി അഹ്ലി. ഞാൻ ഏറ്റവും കൂടുതൽ നല്ലവൻ ആർക്കാണ്? ഞാൻ ഏറ്റവും കൂടുതൽ നല്ലവൻ ആകേണ്ടത് ആർക്കാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ്? അതേ സദസ്സിൽ വന്നിരിക്കുമ്പോഴല്ല, കുടുംബത്തോടൊപ്പം കഴിയുമ്പോൾ. നിങ്ങളുടെ കുടുംബത്തിനാണ് നിങ്ങൾ ഏറ്റവും നല്ലവരാകേണ്ടത്. നിങ്ങളുടെ ഭാര്യ മക്കൾക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ലവരാകേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വ അന ഖൈറുക്കും ലി അഹ്ലി, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ നല്ലവനായത് ഞാൻ എൻ്റെ കുടുംബത്തിനാണ്, ഞാൻ എൻ്റെ വീട്ടുകാർക്കാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച് ജീവിക്കുന്നവരാണോ? എന്നാൽ ആ മഹബ്ബത്തിന്റെ അധ്യായം വിശാലമാണ്. അത് കേവലം ഒരു സദസ്സിൽ ഒതുങ്ങുന്നതല്ല, ഒരു പരിപാടിയിലൂടെ ഒതുങ്ങുന്നതല്ല. ആ മഹബ്ബത്ത് സ്വന്തം ഭാര്യമാരിലൂടെയും പ്രകടമാകണം. അതെങ്ങനെയാണ് പ്രകടമാകേണ്ടത്? കമ്പനിയിലുള്ള ദേഷ്യവും കമ്പനിയിലുള്ള ടെൻഷൻ ഇതെല്ലാം വന്ന് വീട്ടിൽ ഭാര്യമാരോട് ഖളാ വീട്ടുന്നവരുണ്ട്. നിസ്കാരം ഖളാ വീട്ട. ഇതുപോലെ കമ്പനിയിലെ ദേഷ്യം അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള പ്രയാസം ഒക്കെ പ്രയാസാണ്, പ്രതിസന്ധിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇതൊക്കെ വന്നിട്ട് പ്രയാസം തീർക്കുന്നത് ആരാ? കമ്പനിയിലെ ബോസിനോട് പ്രയാസം തീർക്കാൻ കഴിയില്ല. കൂടെയുള്ള സ്റ്റാഫുകാരോടോ മാനേജറിനോടോ ഒന്നും ഈ പ്രയാസമൊന്നും തീർക്കാൻ കഴിയണില്ല. അതിന് പാപം വീട്ടിലുണ്ട് പ്രിയപ്പെട്ട ഭാര്യ. ആ ഭാര്യയോട് വന്നിട്ട് എല്ലാ പ്രയാസം അങ്ങ് തീർക്കുകയാണ്. വേണ്ടി വന്നാൽ ഭാര്യയുടെ ദേഹത്ത് കൈവെക്കുകയും ചെയ്യും. പറ്റൂല. നമ്മൾ സ്വന്തം ഭാര്യമാരോട് ദേഷ്യം പ്രകടിപ്പിച്ച് പുറം ലോകത്ത് വന്ന് മാന്യക്കുപ്പായം ധരിച്ചു നടക്കുന്നവർ, അവർക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ അധ്യായത്തിൽ അവർക്ക് പ്രവേശനമില്ല. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്നെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. വ അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ ഏറ്റവും കൂടുതൽ നല്ലവൻ ആർക്കാണ്? സ്വഹാബത്തിന്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വഹാബത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ എപ്പോഴും ഒട്ടിച്ചേർന്ന് നിന്നവരാണ് മഹാന്മാരായ സ്വഹാബ. നമുക്ക്
ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ കുറെ ഉമ്മ പെങ്ങന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ചില അമ്മായിമ്മമാര് മനസ്സിലാക്കേണ്ടത്, ഒറ്റ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ചില അമ്മായിമ്മമാർ മനസ്സിലാക്കണമെന്ന്, എവിടെങ്കിലും ഒരു ഷഹാമ ഗ്രാൻഡ് മീലാദിന്റെ സദസ്സിൽ പോയി ഇരിക്കുമ്പോൾ അവിടെ ചിലപ്പോ വേറെ ഏതോ ഒരു മരുമകൾ ഉണ്ടാവും. ഇത് ഈ ഉമ്മാന്റെ മരുമകളല്ല, വേറെ ഏതോ ഒരു ഉമ്മാന്റെ മരുമകളാണ്, മകന്റെ ഭാര്യയാണ്. പക്ഷെ ആ സദസ്സിൽ ആ മരുമകൾ വേറെ ഏതോ ഒരു ഉമ്മയുടെ മരുമകളാണ്. ആ സദസ്സിൽ ആ മരുമകൾ ഈ ഉമ്മയോട് നല്ല സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നത് കാണുമ്പോ ഈ ഉമ്മ അവിടെ നിന്ന് ഇങ്ങനെ കൊതിക്കുകയാണ്, എനിക്കും ഇതുപോലത്തെ ഒരു മരുമോളെ കിട്ടിയാൽ എന്തൊരു സന്തോഷമായിരുന്നു. അപ്പൊ ആകെ കണ്ടത് ആ ഒരു ചിരി മാത്രമുള്ളൂ. പക്ഷെ ആ മരുമകളുടെ ഭർത്താവിന്റെ ഉമ്മാനോട് വീട്ടിൽ എങ്ങനെയാണ് എന്നത് അല്ലാഹു വ റസൂലുഹു വ മരുമകളുഹു അലം. അത് അള്ളാഹ്ക്കും അള്ളാഹുവിന്റെ റസൂലിനും വ മരുമകൾക്കും വ അമ്മായിമഹു അലം. അങ്ങനെയാണ്, മരുമോൾക്കും അമ്മായിമാക്കും മാത്രമേ തിരിയുള്ളൂ. ഇപ്പൊ അതെങ്ങനെയാണ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ വ്ളോഗർമാര് അപ്പുറം ഇപ്പുറമൊക്കെ ഭാര്യമാരെയും മക്കളൊക്കെ കൂട്ടിയിട്ട് പലയിടത്തും പോയി ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അത് കണ്ടിട്ട് അല്ലാഹ് ഇവരെന്ത് നല്ല ഹാപ്പി ഫാമിലിയാണ്. അത് ചിലപ്പോ വ്ളോഗർ അതിൽ പിന്നെ ക്യാമറയിൽ മാത്രമായിരിക്കും, വീട്ടിന്റെ ഉള്ളിൽ എന്താ എന്നത് അല്ലാഹു വ റസൂലുഹു വ അവരുഹു അലം. അല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ ഓർക്ക് അറിയുള്ളൂ വീട്ടിന്റെ കഥ എന്താണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ എപ്പോഴും ഒട്ടിച്ചേർന്ന് നിന്നാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടാവും എന്നത് ഉറപ്പാണ്. ചെറിയ അല്ലറ ചില്ലറ പിണക്കങ്ങളും ഉണ്ടാവും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്, വളരെ ഡിഫറന്റ് ആണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വഹാബത്ത് ഒട്ടിച്ചേർന്ന് നിന്നില്ലേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്? പക്ഷേ ആ സ്വഹാബത്തിനെ കുറിച്ച് ഒരു മൈനസ് റിമാർക്ക് പോലും പറയാൻ സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്വഹാബിയും തയ്യാറായില്ല റളിയല്ലാഹു അൻഹും. കാരണം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ നല്ലവൻ എല്ലാവരോടും നല്ലവനാണ്, ശിഷ്യഗണങ്ങളോടും നല്ലവനാണ്, ജീവികളോടും നല്ലവനാണ്, എല്ലാവരോടും നല്ലവനാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ നല്ലവൻ ഖൈറുക്കും ലി അഹ്ലി, എൻ്റെ കുടുംബത്തോടാണ്, എൻ്റെ വീട്ടുകാരോടാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കൈമാറി തന്ന മഹത്തായ സന്ദേശം അത് ജീവിതത്തിൽ പകർത്തുന്നവരാകണം. അങ്ങനെ ജീവിതത്തിൽ പകർത്തിയിട്ട് ജീവിക്കുന്ന ആശിഖീങ്ങളാകണം, മുഹിബ്ബീങ്ങളാകണം. അവിടുന്ന് ബാക്കി വെച്ചുപോയ എത്ര വസീയത്തുകളാണുള്ളത്. ആ ഓരോ വസീയത്തും അവിടുന്ന് പറഞ്ഞു പോയിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ടെങ്കിലും അവിടുന്ന് ബാക്കി വെച്ചുപോയ അതാ വസീയത്തുകൾക്ക് ഇക്കാലത്ത് പോലും നല്ല മൂല്യമുണ്ടല്ലോ. ഞാൻ ഒരൊറ്റ കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിൽ ഇരിപ്പുണ്ട്. അവിടുന്ന് ചില സന്ദേശം കൈമാറി തരികയാണ്. ആ കൈമാറി തരുന്ന സന്ദേശങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിൽ വെച്ച് 5 വസിയ്യത്താണ് നടത്തിയത്. 5 മെസ്സേജുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കത് നമ്മോട് പറഞ്ഞു തന്നു. അതിൽ ഒരു മെസ്സേജ്, പ്രധാനപ്പെട്ട ഒറ്റ മെസ്സേജ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വറുള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. എന്തൊരു നല്ല മൂല്യമുള്ള സന്ദേശമാണ്. അവിടുന്ന് എന്താ പറഞ്ഞത്? നമുക്കിപ്പോ ഒരു നല്ല വീട് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴാ? നമ്മൾ ഓരോരുത്തരും ഇരുന്നെന്ന് ആലോചിക്കുക, ഈ സദസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക. ഒരു നല്ല രണ്ട് തട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉള്ള ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴാ? അള്ളാഹു നമ്മുടെ വീടുകളിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. വീടില്ലാത്തവർക്കൊക്കെ അള്ളാഹു ഒരുപാട് അള്ളാഹു നല്ല ഖൈറായ വീട് കൊടുക്കട്ടെ. എത്രയോ പ്രവാസി ലോകത്ത് വന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രയാസപ്പെട്ട് എല്ലാറ്റിന്റെ കൂടെയുണ്ട്. പക്ഷേ ഉസ്താദേ, സ്വന്തം ഒരു വീട് വെക്കാൻ ഇന്ന് വരെ ആയിട്ടില്ല എന്ന് സങ്കടം പറയുന്നവരുണ്ട്. അല്ലാഹുവേ,
ഈ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട് ഈ സദസ്സിൽ വീടില്ലാത്തവരാരാണോ അവർക്കൊക്കെ നീ ഖൈറായ അവരുടെ വിജയത്തിന് കാരണമായ വീട് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ നീ തന്ന വീട്ടിൽ നല്ല ബറക്കത്ത് നൽകണേ റഹ്മാനെ. അത് ഞങ്ങളെ വിജയത്തിന് നീ കാരണമാക്കണേ റഹ്മാനെ. പക്ഷെ എപ്പോഴാ ഒരു വീട് വേണം തോന്നിയത്? എപ്പോഴാ? സ്വന്തം ഭാര്യ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി, മനുഷ്യ അങ്ങൾ കുറെ കാലമായല്ലോ, ഒരു വീട് വെച്ചില്ലല്ലോ. പക്ഷെ നമുക്കൊരു വീട് വേണമെന്ന് തോന്നിയത് എപ്പോഴാ? നമ്മുടെ ഒരു സ്നേഹിതൻ 2 തട്ടുള്ള ഒരു വീടുണ്ടാക്കിയപ്പോ അപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്കൊരു വീട് വേണം. ഒരു ചെറിയ വാഹനത്തിലായിരുന്നു ഞാൻ സഞ്ചരിച്ചിരുന്നത്. ഓരോരുത്തരും സങ്കല്പിക്കുക, ഒരു ചെറിയ വാഹനത്തിലായിരുന്നു ഞാൻ സഞ്ചരിച്ചിരുന്നത്. അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതൻ നല്ലൊരു മുന്തിയ വാഹനം വാങ്ങി, നല്ലൊരു മുന്തിയ കാറ് വാങ്ങി. കാറിന്റെ പേരൊന്നും ഞാൻ പറയില്ല, അങ്ങക്ക് താല്പര്യമുള്ള ഓരോ പേര് നിങ്ങൾ വെച്ചു കൊടുത്താൽ മതി. അപ്പോഴാ എനിക്ക് തോന്നുക എനിക്കും കുറച്ചും കൂടി ഒന്ന് നല്ലൊരു നിലവാരമുള്ള മുന്തിയ ഒരു കാറ് വേണം. അതുവരെ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു, ഈ ചെറിയ വാഹനത്തിലായിരുന്നു ഞാൻ സഞ്ചരിച്ചിരുന്നത്. പക്ഷേ എന്റെ കൂട്ടുകാരനൊന്ന് വാങ്ങിയപ്പോ അപ്പൊ എനിക്ക് തോന്നുകയാണ് എനിക്ക് നല്ല മുന്തിയ ഒരു വാഹനം വേണം. അപ്പൊ എന്താ ചെയ്യാ? കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല. എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനം ഉണ്ട്, അൽഹംദുലില്ലാ. നമുക്ക് നല്ല പ്രൈവസിയോടെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ അത് പോരാന്ന് തോന്നി. എന്റെ കൂട്ടുകാരൻ ഒരു പുതിയ കാറ് വാങ്ങിയപ്പോ അത് നല്ല മുന്തിയ വാഹനം കൂടി ആയപ്പോ എനിക്ക് തോന്നുകയാണ് എനിക്ക് അതുപോലത്തെ ഒരു കാറ് വേണം. അപ്പൊ അവിടെ നിന്നൊക്കെ കടം വാങ്ങി, കടം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ കടം വാങ്ങി. എന്നാ ഈ കടം തിരിച്ചു കൊടുക്കാൻ വല്ല വകുപ്പുണ്ടോ? അപ്പോ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങാണ്. എന്നാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? ഈ ഉമ്മത്തിനെ വല്ലാണ്ട് സ്നേഹിച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്ത് ഹമ്മിൽ ഇരിക്കുന്നത് തങ്ങൾക്ക് സഹിക്കാൻ വയ്യ. ഈ ഉമ്മത്ത് പ്രയാസത്തിൽ കഴിയുന്നത് തങ്ങൾക്ക് സഹിക്കാൻ വയ്യ. അവിടുന്ന് നേരത്തെ കാലേ കൂട്ടി ഉമ്മത്തിനെ വസിയത്ത് ചെയ്തു, വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. തൊട്ടപ്പുറത്തുള്ള വീട്ടിന്റെ വലിപ്പം കണ്ട് നിങ്ങൾക്കും അതുപോലത്തൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കേണ്ടതില്ല. തൊട്ടടുത്ത വീട്ടുകാരൻ ഒരു വലിയ മുന്തിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് കാണുമ്പോ അതുപോലത്തൊരു വാഹനത്തിൽ യാത്ര ചെയ്തു അവിടുന്നും ഇവിടുന്നുമൊക്കെ കടം വാങ്ങി പിന്നെ ആ കടം വീട്ടാൻ കഴിയാതെ വലിയ ബേജാറിലായി പോകേണ്ട ആവശ്യമില്ല. വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. ഓ അല്ലാഹു നിങ്ങൾക്ക് വിഹിതിച്ചു തന്നതുകൊണ്ട് നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് ജീവിക്കുക. ഒരു ചെറിയ വീടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെട്ട് ജീവിക്കുക. സഞ്ചരിക്കാൻ ഒരു സ്വന്തം വാഹനമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെട്ട് ജീവിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഹമ്മിനായി പോകും, സങ്കടത്തിലായി പോകും, ബേജാറിലായി പോകും. ഈ ഉമ്മത്ത് ഹമ്മിലായി പോകുന്നത്, ബേജാറിലായി പോകുന്നത് സഹിക്കാൻ കഴിയാത്ത നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനേ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ അമലേതാണ്? നിസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും എല്ലാറ്റിനേക്കാളും പ്രതീക്ഷിക്കപ്പെടാവുന്ന അമൽ മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. ആ തങ്ങളോടുള്ള സ്നേഹമാണ്. നബി കാ നാം लेते हैं दिल को सुकून मिलता है, उनकी याद में
हर गम छुप जाता है। ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഉച്ചരിച്ചാൽ, ആ പേരങ്ങ് പറഞ്ഞാൽ മനസ്സിന് വല്ലാത്ത സമാധാനമാണ് ലഭിക്കുന്നത്. ആ തങ്ങളെയൊന്ന് ഓർത്താലോ എല്ലാ സങ്കടം നീങ്ങിപ്പോവുകയാണ്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് അൽ മദീനത്തുൽ മുനവ്വറ, മദീനയെ സ്നേഹിക്കുക. ഏത് മദീനയാണ്? ഒരു നാടിനും പറയാനില്ലല്ലോ അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ. ഏത് മദീനയാണ്? മദീനത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയാണ്. ഹർ ദിൽ കി ദുആ ഹേ മദീന നസീബ് ഹോ, ജിന്ദഗി കി സബ്സെ ബഡി സആദത്ത് യേ ഹോ. ഓരോരുത്തരുടെ പ്രാർത്ഥന എന്താണ്? ഒന്ന് മദീനയിൽ എത്തിച്ചേരണമെന്നാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്കെല്ലാം പല പ്രാവശ്യം അൽ മദീനത്തുൽ മുനവ്വറ എത്തിച്ചേരാൻ ഭാഗ്യം നൽകണം റഹ്മാനേ. എന്നിട്ടതാ ആശിഖീങ്ങൾ പറയുകയാണ്, ജിന്ദഗി കി സബ്സെ ബഡി സആദത്ത് യേ ഹോ, ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ഒന്ന് മദീന മുനവ്വറയിൽ എത്തിച്ചേരലാണ്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബിൽ കൊണ്ട് നടക്കണം, തങ്ങളെ മഹബത്ത് വെച്ച് ജീവിക്കണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുന്നു. വിഷമമില്ലെങ്കിൽ ഒന്നെണീറ്റ് നിൽക്കുമോ? പോകാനായിട്ടില്ല, നമുക്ക് ഇവിടെ ഇനിയും മദ്ഹുകൾ കേൾക്കാനുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുന്നത്, കുരുന്നു മക്കൾ പ്രകീർത്തിക്കുന്നത് കേൾക്കാനുണ്ട്. അല്ലാഹുവേ, നമ്മുടെ ഈ സദസ്സ് നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഉമ്മമാരവിടെ തന്നെ ഇരുന്നോളൂ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്തിന്റെ ചരിത്രം പറയുമ്പോൾ എല്ലാറ്റിനേക്കാളും ഒന്നാമതായി പറയാനുള്ളത് ആരുടെ ചരിത്രമാണ്? ഖദ് ഫാസ സിദ്ദീഖും ബിതസ്ദീഖിൻ ലഹു വബിൽഉറൂജി സിദ്ഖു വഫാ അഹ്ലഹു. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഒന്നാമതായി പറയാനുള്ളത് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എത്ര കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു. അവിടുന്ന് പറഞ്ഞില്ലേ, മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅനി മാലു അബീ ബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് എനിക്ക് ഉപകാരത്തിന് വന്നതുപോലെ വേറെ ഒരാളുടെയും സമ്പത്ത് അതുപോലെ എനിക്ക് ഉപകാരത്തിന് വന്നില്ല. ആ ഒരു വാചകം പോരെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര കണ്ട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ ഇതങ്ങ് തങ്ങൾ പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കേൾക്കുന്ന വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്.
ഇത് കേട്ടപ്പോൾ ഫബകാ അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കരഞ്ഞുപോയി. എന്നിട്ടതാ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ തിരുദൂതരേ, ഹൽ അന വമാലി ഇല്ലാ ലക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, ഞാനും എൻ്റെ പണവും എൻ്റെ സമ്പത്തും എല്ലാം തങ്ങൾക്കുള്ളതല്ലേ നബിയേ? ഇനി എന്തിനാണ് എൻ്റെ സമ്പത്ത് തങ്ങൾക്ക് ഉപകാരത്തിന് വന്നതുപോലെ വേറെ ഒരാളുടെയും പണം ഉപകാരത്തിന് വന്നില്ല എന്ന് തങ്ങൾ പറയുന്നത് എന്തിനാണ് നബിയേ? അതുകൊണ്ടാണല്ലോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറഞ്ഞു, സ്വഹാബത്തിൽപ്പെട്ട ചിലർ സിദ്ദീഖുൽ അക്ബർ തങ്ങളെക്കാളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് മഹത്വമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തിരുത്തുകയാണ്. ആരാണ് പറഞ്ഞത്? സിദ്ദീഖുൽ അക്ബർ തങ്ങളെക്കാളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് മഹത്വമുണ്ടെന്നാരാണ് പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തുള്ള രോമമാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വദിത്തു അന്നി ശഅറത്തുൻ ഫീ സ്വദ്രി അബീ ബക്കർ, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ നെഞ്ചത്തുള്ളൊരു രോമമാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലലൈലത്തും മിൻ അബീ ബക്കർ ഖൈറും മിൻ ലൈലത്തി ആലി ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഗാർ സൗരിൽ, അതേ ഗുഹയിൽ സമയം കഴിച്ചു കൂട്ടിയ ആ ഒരു രാത്രി തന്നെ പോരെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക്. എന്നാൽ ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഒരൊറ്റ രാത്രി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാകുന്ന എൻ്റെ മുഴുവൻ കുടുംബത്തിൻ്റെ എല്ലാ രാത്രികളെക്കാളും ഖൈറാണ് കേട്ടോ. അവരെ പോലെയൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ലെന്നത് ഉറപ്പാണ്. അവരെല്ലാം മഹ്ശറിൽ തങ്ങളോട് നേരിട്ട് മുഖം കൊണ്ട് മുഖം ചേർത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ആ തങ്ങളെ ഇഷ്ക് വെച്ച് ജീവിച്ച നല്ലവരായ സ്വാലിഹീങ്ങൾ അവരുടെ ബേക്കിലൊന്ന് മറഞ്ഞു നിന്നുകൊണ്ടെങ്കിലും തങ്ങളെ ഒന്ന് സ്വകാര്യമായി കാണാൻ ഈ ഷഹാമ ഗ്രാൻഡ് മീലാദ് സംഗമം ഉൾപ്പെടെയുള്ള ഞങ്ങളെ എല്ലാ മജ്‌ലിസുകളും നീ കാരണമാക്കി തരണം റഹ്മാനേ. അതിന് ഉപകരിക്കുന്നതാക്കണം റഹ്മാനേ. ഈ മജ്‌ലിസ് നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ഞാൻ അവസാനത്തെ ഒരു ഭാഗം അത് എണീറ്റ് നിന്നുകൊണ്ട് കേൾക്കാമെന്ന് കരുതിയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും അവിടെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാൻ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മോട് മദ്ഹ് ആലപിക്കാൻ ഞങ്ങളെ നാസിഫ് മോന് ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ആ മോന് നല്ല ഭാവി നൽകട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറയും. അല്ലാഹു നല്ല ഭാവി നൽകട്ടെ. ഞാൻ ഇന്നലെയും റാസൽ ഖൈമയിൽ വാദ് പറഞ്ഞപ്പോൾ അവിടെയും എൻ്റെ വാദിന് തൊട്ട് മുമ്പ് നമ്മളെ നാസിഫ് മോന് മദ്ഹ് ആലപിച്ചു. അല്ലാഹു നല്ല ഉയർച്ച കൊടുക്കട്ടെ ആ മോനും. ഞങ്ങളെ എല്ലാ മക്കൾക്കും അല്ലാഹു നല്ല ഉയർച്ച കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ അടുത്തിരുന്നിട്ട് എന്നോട് മോൻ പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യണം. ഞാനിങ്ങനെ മദ്ഹ് ഇങ്ങനെ ആലപിക്കണത് എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൊന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. ദുആ ചെയ്യണം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ മദ്ഹ് മാത്രമല്ല പാടണത്, ഞാനൊരു പാട്ട് മാത്രമല്ല പാടുക, ഞാൻ പഠിക്കുന്നുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് എന്നോട് നാസിഫ് മോൻ്റെ ഉപ്പ മൊബൈലിൽ നാസിഫ് മോൻ ഇൽമ ഇങ്ങനെ പഠിക്കണതൊക്കെ എനിക്കിങ്ങനെ കേൾപ്പിച്ച് തന്നപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഉസ്താദുമാർക്കൊക്കെ അറിയണ പോലെ നമ്മളെ സഞ്ചാനൊക്കെ ഇങ്ങനെ അസിൽ വെച്ച് പഠിക്കുകയാണ് നമ്മളെ നാസിഫ് മോന്. അല്ലാഹു തആല ആ മോനെ വലിയ ആലിമാക്കട്ടെ. ആ മോൻ ഉൾപ്പെടെ നമ്മുടെ ഇവിടുത്തെ മദ്രസകൾ, ദുന്നൂറൈന മദ്രസയും അതുപോലെ ഇഹ്യാഉസ്സുന്ന മദ്രസ ഉൾപ്പെടെ ആ മദ്രസയിൽ പഠിക്കുന്ന നമ്മുടെ മക്കളും
നമ്മുടെ എല്ലാ മക്കൾക്കും അല്ലാഹുവേ നീ നല്ല ഭാവി നൽകണം റഹ്മാനെ, നല്ല ഉയർച്ച നൽകണം റഹ്മാനെ. ആ മക്കളെ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമായി നീ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും തരണം റഹ്മാനെ. ഖബറിൽ കിടക്കുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന മക്കളായി നീ ഞങ്ങളെ മക്കളാക്കി തരണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഖബറിൽ കിടക്കുമ്പോൾ പോലും ഞങ്ങളെ പറയിപ്പിക്കുന്ന മക്കളാക്കി നീ ഞങ്ങളെ മക്കളെ അധപ്പതിപ്പിക്കല്ലേ റഹ്മാനെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് മറ്റു ചടങ്ങുകളൊക്കെ ഇവിടുന്ന് നടക്കുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ മഹത്തായ പ്രസ്ഥാനം ICF ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ICF ഒരുപാട് പ്രവർത്തനങ്ങൾ നേരത്തെ നമ്മുടെ ഇഷാമി ഉസ്താദ് അവരുകൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മളെ നിസാർ സഖാഫി ഉസ്താദ് അവരൊക്കെ നമ്മൾ ICFന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അല്ലാഹു അതൊക്കെ ഖബൂൽ ചെയ്യട്ടെ. ആ പ്രവർത്തനം അൽഹംദുലില്ലാഹ് ഒരുപാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മദ്രസ നോർത്ത് കർണാടകയിൽ മദ്രസ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് മദ്രസകൾ സ്ഥാപിക്കാൻ ഉദ്ദേശവുമുണ്ട്. അതോടൊപ്പം ഒരുപാട് കിണറുകളൊക്കെ കുഴിച്ചു കൊടുത്തു. വെള്ളം ആവശ്യമുള്ള സ്ഥലത്ത് ഒരുപാട് കിണറുകളൊക്കെ കുഴിച്ചു കൊടുത്തു. അപ്പൊ അതുപോലെ തന്നെ ഇനിയും നമുക്ക് ഇൻഷാ അല്ലാഹ് ICFന്റെ പ്രവർത്തനങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തണം. അതിന് നമ്മളാൽ കഴിയുന്ന നല്ല സഹായം നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് തന്നെ നല്ലൊരു ചെലവുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ കൂടെ നിന്ന് നമ്മളാൽ കഴിയുന്ന സഹായം സഹായിക്കുക. ഇപ്പോഴൊന്നും ചോദിക്കാനൊന്നും നേരമില്ല, സമയം ഒരുപാട് വൈകിയതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് കവർ വിതരണം ചെയ്യുമ്പോൾ നിങ്ങൾ അതൊക്കെ കാര്യമായി പരിഗണിച്ച് അതിലൊക്കെ നല്ല ഒരു സംഭാവനയൊക്കെ നിക്ഷേപിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവേ, ഈ സദസ്സ് കാരണം രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ നീ ഞങ്ങളെല്ലാം പെടുത്തണം റഹ്മാനെ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.